ഇന്നത്തെ വീഡിയോ ഓർക്കിഡിനെ പറ്റിയാണ്. ഓർക്കിഡ് ഇവിടെ ഒരു 5 തരം കളറുണ്ട്. ഇതൊക്കെ ഇപ്പോൾ റീപോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പൂവ് ഇലൊക്കെ കഴിഞ്ഞ് സ്റ്റെമ്പുകളാണ് അവിടെ. ഇത് വേറെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നിന്ന് പുതിയ ചെടികളുണ്ടാവും. ഇത് ഇപ്പോൾ മുട്ട് വരുന്നുണ്ട്. അവിടെ ഉള്ളിലൊരു പൂവ്, അത് തീരാനായതാണ്. 4 മാസത്തിലേറായി ആ ഒരു പൂവത് എല്ലാം. ഇപ്പോൾ അതിൻ്റെ കാലാവധി തീർന്നു. പിന്നെ ഇവിടെ പുതിയ മുട്ട് വരുന്നുണ്ട്. ഈ ഓർക്കിഡ് ചെടി വളരെ ചിലവേറിയൊരു ചെടിയാണ്. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 450 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില വരുന്നത്. അത് ഇത്രയൊന്നും വലിപ്പം ഉണ്ടാവില്ല, ചെറിയ ചെടിയാവും. അത് ഇതുപോലുള്ള ചെറിയ സ്റ്റെമ്പുള്ള ചെടിയാവും. 450. പൂവുള്ളതാണെങ്കിൽ 500, 600, 700 രൂപ വരെ വില ഉണ്ട്. ഇത് റീപ്പോർട്ട് ചെയ്യണം. ചകിരിത്തൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഓടിൻ്റെ കഷ്ണം, കരിക്കട്ട, ഇതൊക്കെ ആയിട്ടാണ് നമ്മളിത് ചട്ടി ഫില്ല് ചെയ്യണത്. വെയിൽ തീരെ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് ഓർക്കിഡ്. നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് നല്ല ചകിരിത്തൊണ്ടിൻ്റെ ഈർപ്പം പോവാതെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക വേണം. ഈ ഓർക്കിഡ് ചെടിക്ക് പ്രധാനമായിട്ടും കീടബാധ വരുന്നത് ഒച്ചിൻ്റെ ശല്യമാണ്. ഒച്ച് രാത്രി കാലങ്ങൾ വന്നിട്ട് ഇതിൻ്റെ ഇലകളും വേരും ഒക്കെ തിന്ന് നശിപ്പിക്കും. ചെടി പാടെ നശിച്ചു പോകാൻ ഇത് കാരണമാകും. അപ്പോൾ ചെറിയ വീര്യം കുറഞ്ഞ കീടനാശിനി ഇടയ്ക്ക് തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതുപോലുള്ള ചെടി നമുക്ക് 2 ചട്ടിയിൽ വെക്കാം. പക്ഷേ ഇത് പൂവിടാനായതുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇതുപോലെ ഇതൊക്കെ 2 ചട്ടിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുതിയ തൈകൾ വരാൻ സാധ്യത ഉണ്ട്. ഓരോന്ന് വെച്ചാലും പിന്നെ 3 ഒക്കെ വെച്ചിട്ടുണ്ട്. അത് പൂവാകാനായതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിരിച്ച് നടാമെന്ന്. പിന്നെ അവിടെ അടിയിൽ നിന്ന് ചെറിയ തൈകൾ വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ചൊരു വലുതാകുമ്പോൾ ഈ വലിയ സ്റ്റെമ്പ് നമുക്ക് വേറെ ചട്ടിക്ക് പറിച്ച് നടാവുന്നതാണ്. അങ്ങനെ പ്ലാന്റുകൾ കൂടുതലായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പുതിയ ചെടികളും വരും. വളരെ ചിലവേറിയൊരു ചെടിയാണെങ്കിലും ഇത് വളരെ ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു ചെടിയാണ് ഈ ഓർക്കിഡ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. നമസ്കാരം.